ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കൽക്കരിപ്പാടം ലേല അഴിമതി കേസിലെ 14ാമത് FIR സമർപ്പിക്കപ്പെട്ടപ്പോൾ പ്രമുഖ വ്യവസായി കുമാരമംഗലം ബിർള അതിൽ പ്രതി ചേർക്കപ്പെട്ടു. തീർന്നില്ല, വകുപ്പ് തല മുൻ സെക്രട്ടറി പരേക്കും പ്രതി ചേർക്കപ്പെട്ടു. പരേക്ക് ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം ഒരു കത്ത് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. വകുപ്പ് തല സെക്രട്ടറിയായ താൻ പ്രതിസ്ഥാനത്താകുന്നുവെങ്കിൽ നയപരമായി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും തൻ്റെ നിർദ്ദേശങ്ങളുടെ താഴെ ഒപ്പുവെക്കുകയും ചെയ്ത പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്തുകൊണ്ട് പ്രതിയാകുന്നില്ല എന്നാണ് മിസ്റ്റർ പരേഖ് ചോദിച്ചത്. ആ ചോദ്യം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ മുഴങ്ങുക തന്നെ ചെയ്തു. അതുകൊണ്ടുകൂടി ആയിരിക്കണം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഈ FIRൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തേക്കാം എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അപ്രകാരം ചോദ്യം ചെയ്യാം CBIക്ക് തന്നെ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം വിമാനത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ വിമാനത്തിലിരുന്നു കൊണ്ട് പറഞ്ഞു, താൻ നിയമങ്ങൾക്ക് അതീതനായ ഒരാളല്ല, തന്നെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും അന്വേഷണ ഏജൻസിയായ CBIക്കുണ്ട്. അത് വാർത്തയായിരിക്കുന്നു. ജന്മഭൂമി എന്ന പത്രം 1-ാം പേജിൽ CBIക്ക് ചോദ്യം ചെയ്യാം എന്ന് പ്രധാനമന്ത്രി. താൻ രാജ്യത്തെ നിയമത്തിന് അതീതനല്ലെന്നും CBIക്കോ മറ്റാർക്കെങ്കിലുമോ ചോദിക്കാനുണ്ടെങ്കിൽ എനിക്കൊന്നും ഒളിക്കാനില്ലെന്നും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൽക്കരിപ്പാട് അഴിമതിയെക്കുറിച്ച് ഒടുവിൽ പ്രതികരിച്ചു. റഷ്യ ചൈന സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിമാനത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അപ്രകാരം മറുപടി പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ആത്മവിശ്വാസം പൂർണ്ണമായും വെളിവാക്കുകയുണ്ടായി. അത് കാണുക. 1-ാം UPAയുടെ കാലം കഴിഞ്ഞപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസ് സുഖമായി ജയിച്ചു. എനിക്ക് ഉറപ്പുണ്ട് 2014 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രാജ്യം ഒരിക്കൽ കൂടി അമ്പരക്കും എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഒരിക്കൽ കൂടി UPA ജയിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. 2009 തെരഞ്ഞെടുപ്പിൽ സുഖമായി UPA ജയിച്ചു എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗ് മറച്ചുവെക്കുന്ന ഒരു കാര്യം, ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബോംബെയിലെ ഭീകരവാദ ആക്രമണമാണ്. 166ഓളം ആൾക്കാർ വധിക്കപ്പെട്ട ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി തന്നെ കോൺഗ്രസ് അധികാരത്തിൻ്റെ ശൃംഗങ്ങളിലേക്ക് എത്തുകയും അധികാരം കോൺഗ്രസ് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് അത്തരം ഒരു ആവശ്യകതയെക്കുറിച്ച് കോൺഗ്രസ് പറയുകയും ജനങ്ങളത് അംഗീകരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായാണ് 2009 തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ജയിക്കുന്നത് എങ്കിൽ, UPA ജയിക്കുന്നത് എങ്കിൽ ഇനിയും 2014 തങ്ങൾ സുഖമായി ജയിക്കും എന്ന് ദീർഘവീക്ഷണം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ചെയ്യുമ്പോൾ, അപ്പോൾ അമ്പരക്കും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ എന്ന് ദീർഘവീക്ഷണം ചെയ്യുമ്പോൾ ഇനിയും മതലഹളകളും അതുപോലെ തന്നെ ഭീകരവാദ ആക്രമണങ്ങളും ഇന്ത്യയിൽ നടക്കും എന്നാണോ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം 2014 തെരഞ്ഞെടുപ്പിൽ UPAക്ക് ഒരു വിജയസാധ്യതയും ഒരു പ്രവചനവും ഒരു നിരീക്ഷണവും കൽപ്പിച്ച് കൊടുക്കുന്നില്ല എന്നതാണ് സവിശേഷത. എങ്കിൽ പോലും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയേക്കാൾ വളരെ ഭേദമാണ് എന്ന് പറയാതെ വയ്യ. ഉമ്മൻചാണ്ടിക്കെതിരെ അതിശക്തമായ ആക്ഷേപം വരികയും അദ്ദേഹത്തിന് അത് പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതിൻ്റെ 1% പോലും സത്യമില്ലാത്ത കാര്യമാണ്. എന്നിട്ടും അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് AG ഹൈക്കോടതിയിൽ പറഞ്ഞപ്പോഴാണ് മലയാളികൾക്ക് അത് മനസ്സിലായത്. അപ്പോഴേക്കും ചോദ്യം ചെയ്യപ്പെട്ട ഒരാഴ്ച കടന്നു കഴിഞ്ഞിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ചോദ്യം ചെയ്യുകയല്ല മൊഴിയെടുക്കുകയായിരുന്നു എന്ന്. ചുരുക്കത്തിൽ അഡ്വക്കേറ്റ് ജനറലിനേക്കാൾ വലിയ അറിവാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എന്ന് തോന്നും. കാരണം ഉമ്മൻചാണ്ടി തന്നെയാണല്ലോ എല്ലാത്തിൻ്റെയും സൃഷ്ടാവും എല്ലാത്തിൻ്റെയും വിധ്വംസക പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നയാൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായും അത് തിരിച്ചറിയാൻ കഴിയും. ഏതായാലും ചോദ്യം ചെയ്യലോ മൊഴിയെടുക്കലോ അതൊന്നും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നടന്നിട്ട് കോടതിയിൽ AG പറയുമ്പോഴാണ് മലയാളികൾക്കത് പിടികിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പം ഉമ്മൻചാണ്ടിയേക്കാൾ ഭേദമാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയാതെ വയ്യ.